ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് സ്ക്രാച്ച് ആൻഡ് വിൻ. അപ്പോൾ കാലാവസ്ഥ മെല്ലെ 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 മാറി തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിന് ഇത് മഴക്കാലം, സ്ക്രാച്ച് ആൻഡ് വിന്നിന് ഇത് സമ്മാനത്തിൻ്റെ പെരുമഴക്കാലമാണ്. സോ മത്സരവേദിയിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് വിവേക് ആൻഡ് ജിതിനാണ്. ഞാൻ ജിതൻ, കണ്ണൂരിൽ നിന്ന് വരുന്നു. ഇവിടെ KTDC പെരിയാറസിൽ റിസപ്ഷനിസ്റ്റായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് വിവേക്, ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടുത്തെ കുക്കാണ്. ഹലോ ഹലോ, ഹായ്, നമസ്കാരം. യെസ്, അപ്പോൾ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? രണ്ടുപേരും ഗംഭീര മീശയൊക്കെ വെച്ച്. ഈ മീശ മാത്രമുള്ള ഗൗരവമില്ല, ആൾ കൂളാണോ? എങ്ങനെയാ? കൂളാണ്. ആ കൂളാന്ന് പറയുമ്പോൾ ജിതിൻ കൂളല്ലല്ലോ, കൂളല്ലല്ലോ, ജിതിൻ കൂളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടുപേരുടെയും ഭാഗ്യം നിർഭാഗ്യം പരീക്ഷിക്കാൻ പോവാണ്. ഓക്കെ, കൂളല്ലേ? ഓക്കെ, അപ്പൊ കൂളായിട്ട് അവിടെ നിന്നോളൂ. നമ്മളുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട വേദിയിൽ തന്നെയാണ് അല്ലെ? KTDCയിലാണ്. സോ ഇവിടുത്തെ സ്റ്റാഫാണ്, സഹപ്രവർത്തകരാണ്, സുഹൃത്തുക്കളാണ്. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? കുക്കിംഗ് ആണോ? എന്താ? കുക്കാണ്. ഓക്കെ, ജിൻ ചേട്ടൻ റിസപ്ഷനിസ്റ്റ് ആണ്. എങ്ങനെയുണ്ട്? എത്ര കൊള്ളാം. കുറെ പേരെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെ? കുറെ മുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ ഒരു മേഖലയോട്ട് വന്നത്? ഉണ്ട്. ടൂറിസം മേഖലയോട് ഒരു താല്പര്യം തോന്നുന്നു, കുറച്ച് ഇഷ്ടമുണ്ട്. എത്ര വർഷമായപ്പോ? ഞാനിവിടെ 14 കൊല്ലം. 14 വർഷമായി. ഓക്കെ, വിവേകോ? ഞാൻ ഇവിടെ 1 വർഷമായുള്ളൂ. 1 വർഷമായുള്ളൂ. എന്താ വിവേകിന്റെ മെയിൻ ഐറ്റം എന്താ? ഫിഷ് കറി ആണല്ലേ? നിസ്സംശയം പറയാം, വിവേകിന്റെ ഫിഷ് കറി പൊളിയാണ്. വിവേക് തന്നെ അല്ലേ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇതാണോ കോംപ്ലിമെന്റ്? അതിലാണ് ആണ്. ഓക്കെ, ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞ എന്നിലൊരു പാചകക്കാരനുണ്ട് അല്ലെങ്കിൽ ഒരു പാചക വിദഗ്ധനാണെന്ന് തിരിച്ചറിഞ്ഞ എപ്പോഴാണ്? പഠിത്തത്തിന്റെ മികവ് മൂലം തിരിച്ചറിഞ്ഞ് ഇവിടെ എത്തി. അതെന്താ അങ്ങനെ വർത്താനം? പഠിപ്പ് അല്ലാത്തൊരു ട്രാക്ക് ഓപ്ഷൻ ബി ആണോ? അല്ലല്ലോ, ഇത് ഓപ്ഷൻ എ കൂടിയല്ലേ? ആണ്. അങ്ങനെ എടുത്തതല്ല, അപ്പോ ഒരു പ്ലാൻ ബി ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പ്ലാൻ എ ആണ്. യെസ്. സോ നമുക്ക് ഇവിടെ കുറെ പ്ലാൻസ് ഉണ്ട്. ഗെയിമിന്റെ പ്ലാൻസ് ആണ്. സോ ആ ഗെയിം ചോദ്യോത്തരങ്ങളായി വരും അല്ലെ? അത് ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഭാഗ്യം നിങ്ങളെ തേടി വരും. ക്ലിയർ? ഓക്കെയാണ്. ഓക്കെ എന്നുള്ളത് വാക്കിൽ ഓക്കെയാണ്, ബോഡി ലാംഗ്വേജിൽ ഒട്ടും എനിക്ക് ഓക്കെ ആവുന്നില്ല. സോ കോൺഫിഡൻസോട് കൂടി പറഞ്ഞേ ഓക്കെയാണ്. യെസ്. സോ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, റെഡി. സോ അപ്പൊ നമുക്ക് 3 റൗണ്ടിലൂടെ ആയിരിക്കും പോവുക. ആൻഡ് ഫസ്റ്റ് റൗണ്ട് 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 2 ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും. 30 സെക്കൻഡ്സിൽ 1 മിനിറ്റ് ആയിരിക്കും. പക്ഷേ ഗസ് ദ മൂവി റൗണ്ട് ആയിരിക്കും. ആൻഡ് ഫൈനലി ഡ്രോയിൽ കൂടി ആയിരിക്കും പോവുക. ഓക്കെ. സോ അപ്പൊ ആദ്യം കാർഡ് സെലക്ട് ചെയ്തോളൂ. സോ ഉത്തരങ്ങൾ ശരിയാകുമ്പോൾ നമുക്കത് സ്ക്രാച്ച് ചെയ്യാം. അപ്പൊ എന്തായാലും ഇവിടെയാണ് ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറഞ്ഞു. ഇതല്ലാതെ കുറച്ചും കൂടി ഇഷ്ടം വിനോദം എന്താ? പൊതുവെ എന്ത് ചെയ്യാൻ ഇഷ്ടം? സത്യസന്ധമായി പറഞ്ഞു അല്ലേ? കൂടുതൽ സമയം അങ്ങനെയാണോ? ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ ഉറക്കാണ്. കറക്കം കുറവാണോ? കുറവാണ്. ആ, പൊതുവെ ഇല്ല. ജിജേട്ടൻ എങ്ങനെയാ? ട്രാവലിംഗ് ഉണ്ട്. ട്രാവലിംഗ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. ടൂറിസ്റ്റ് ഇഷ്ടപ്പെട്ടാണല്ലോ ഇതിൽ വന്നത്. നമ്മുടെ 3 റൗണ്ടുകളും സിനിമയായി ബന്ധപ്പെട്ടാണ്, അറിയാലോ അല്ലെ? സോ നമുക്ക് ഇതുവരെ സിനിമ എന്റർടൈൻമെന്റ് ആണ്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരാനുള്ള വഴിയാണ്. സോ നിങ്ങൾക്കുള്ള കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം സിനിമയായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ അത്തരത്തിൽ മലയാള സിനിമയ്ക്കുള്ളിൽ സിനിമയുടെ കഥ പറഞ്ഞ കുറെ സിനിമകളുണ്ട് അല്ലെ? സോ അത്തരത്തിൽ മലയാള സിനിമയിൽ സിനിമാ കഥ പറഞ്ഞിട്ടുള്ള 5 സിനിമകളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോഹൻലാൽ. യെസ്, ഏതാണ്? മോഹൻലാൽ. ഉദയനാണ് താരം. ഞാൻ ആദ്യം പ്രതീക്ഷ പേര് അതായിരുന്നു അല്ലെ? സിനിമയ്ക്കുള്ളിൽ സിനിമ പറഞ്ഞ ഉദയമാന്റെ പറഞ്ഞ കിടലം പടമായിരുന്നു. കഥ പറയുമ്പോൾ റൈറ്റ് ആൻസർ. 3. 2 ഉത്തരങ്ങൾ വരണം. 10 സെക്കൻഡ്സ് കൂടി മാത്രമേ ഉള്ളൂ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ റൈറ്റ് ആൻസർ ഒന്നുകൂടെ വേണം. സോ 5 4 3 2 1. അഴകിയ രാവണൻ അല്ലെ? മമ്മൂക്കിന്റെ പ്രൊഡ്യൂസറായിട്ട് ശങ്കർദാസ് ഒക്കെ ആയിട്ട് കണ്ട സിനിമകളായിരുന്നു. കുറെ സിനിമകൾ സിനിമയ്ക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട്, കഥ പറഞ്ഞു പോയിട്ടുണ്ട്. എവിടെ കൺഫ്യൂഷൻ ആയോ? കിട്ടാത്തതാണ് കൺഫ്യൂഷൻ. സ്റ്റക്ക് ആയതൊന്നുമല്ല അല്ലെ? ഭയങ്കര ജെന്യൂൻ ആണോ അല്ലേ? ഇത് തന്നെയാണോ? ഇവിടെ കൂളാണ്, ഭയങ്കര കൂളാണ്, ഭയങ്കര ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ്. പക്ഷെ നമുക്ക് ആദ്യത്തെ അവസരം ജസ്റ്റ് ഒന്ന് മിസ്സായി. കാരണം ഓൾറെഡി കാർഡ് അവിടെ ഉണ്ട്. സോ സ്ക്രാച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ കാർഡ് ഉപേക്ഷിക്കുകയാണ് നിങ്ങൾ. അപ്പൊ എന്ത് വേണം? ആ കാർഡുമായി മുന്നോട്ട് പോകണോ? പുതിയ കാർഡ് വേണം. പുതിയ കാർഡ് വേണം. അപ്പൊ സ്ക്രാച്ച് ചെയ്തു. തുടക്കം തന്നെ നഷ്ടത്തിന്റെ കഥയാണ്. അവർക്ക് ഉത്തരത്തിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കിട്ടിയൊരു കാർഡ് ഹാഫ് കോൺ ആണ്.
ഇത് കിട്ടുവാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കാരണം ഉള്ള എമൗണ്ടിന് പകുതി പോലാണ്, പക്ഷെ പോകാനൊന്നുമില്ല അല്ലേ. തീരുമാനം നല്ലതായിരുന്നു പുതിയ കാർഡ് എടുക്കാന്നുള്ളത്. സോ പുതിയ കാർഡ് എടുത്തോളൂ. ആദ്യത്തെ കാർഡ് സ്വന്താക്കാൻ പറ്റില്ല, പുതിയ കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി വരേണ്ട പുതിയ ചോദ്യമാണ്, പുതിയ അവസരമാണ്. സോ നേരത്തെ നഷ്ടപ്പെട്ടതിനും കൂടി ചേർത്ത് നേടും ഉറപ്പാണ്. നമ്മൾ ഈ ലീഗിലേ ഇല്ലല്ലോ, വേറെ പെട്ടിയാണ്. ഇങ്ങോട്ട് വരും, മടങ്ങി വരും. ഇവിടെ ഉണ്ടല്ലോ അല്ലെ? യെസ്. അപ്പോൾ നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം, മലയാള സിനിമയിൽ ഇഷ്ടപ്പെട്ട അല്ലെ കുറെ കോംബോകൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നായകനും നായികയായിരിക്കാം, അതല്ലെങ്കിൽ നായകനും സഹതാരമായിരിക്കാം, സംവിധായകൻ നായകൻ എന്നുള്ള രീതിയിൽ കോംബോ. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കോംബോ ഏതാ? ഡയറക്ടർ ആക്ടർ കോംബോയിൽ ഇഷ്ടപ്പെട്ട ഒരു ആരാ? ഒരു സംവിധായകന്റെ ഓക്കെ, അടിപൊളി കോംബോ ആണ്. വിവേകനോ? ഇല്ല, വേറൊരു കോംബോ പറഞ്ഞു കേൾക്കട്ടെ. മോഹൻലാലും നിന്നെ ഇന്റർവ്യൂവിന് വേണ്ടി എടുത്തപ്പോ ക്രൈറ്റീരിയ ഇരിക്കുന്ന അറിയണം കേട്ടോ, ഇവിടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓക്കെ, പുട്ടും കടലും പുട്ടും മൂടും അല്ലേ? അല്ലാത്തൊരു കോംബോ കേൾക്കട്ടെ, ഒരു ഡയറക്ടർ ആക്ടർ കോംബോ. പ്രിയദർശൻ മോഹൻലാൽ പോലെ ഹിറ്റ് കോംബോ വേറെ ഒന്നും പറഞ്ഞു. കൺഫ്യൂഷൻ ആണ്. ഓക്കെ, സോ ആലോചിക്കാൻ സമയമില്ല. അത്തരത്തിൽ ഉള്ള ഒരു കോംബോയിലുള്ള 5 സിനിമയാണ് നിങ്ങൾ പറയേണ്ടത്. ദിലീപ് ലാൽ ജോസ് കോംബോയിൽ വന്നിട്ടുള്ള 5 സിനിമ. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ദിലീപ് ചിത്രങ്ങൾ ആലോചിക്കൊക്കെ, ഗംഭീര സിനിമകൾ. യെസ്, റൈറ്റ് ആൻസർ. അല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ആലോചിക്കണം, പെട്ടെന്ന് പറയണം, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ചാന്ത്പൊട്ട്, റൈറ്റ് ആൻസർ. 3 ഉത്തരങ്ങൾ കൂടി വരണം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 4 3 2 1. ടൈംസ് അപ്പ്. എത്ര സ്പാനിഷ് മസാല ഇത്? ദിലീപ് ഇഷ്ടപ്പെട്ട സിനിമകൾ പറഞ്ഞു. ലാൽ ജോസ് ചിത്രങ്ങൾ ഓർമ്മ വരുന്നത് ഏതൊക്കെയാ പറഞ്ഞു? കിട്ടുന്നില്ല. ഓക്കെ, രണ്ടാമതും അല്ലെ കറക്റ്റ് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്ത് വേണം? അഗെയിൻ കാർഡുമായി മുന്നോട്ട് പോകണോ? എന്ത് വേണം? മുന്നോട്ട് പോവാം. ഓക്കെ, ഇന്ത്യ സ്ക്രാച്ച് ചെയ്ത് കളയണ്ട അല്ലെ. നേരത്തെ സ്ക്രാച്ച് ചെയ്ത് തീരുമാനം നല്ലതായിരുന്നു, പക്ഷേ ഈ കാർഡുമായി മുന്നോട്ട് പോവാം. പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത റൗണ്ടാണ്, ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പോൾ പുതിയ കാർഡിന്റെ ആവശ്യകതയില്ല. ഇനി പുതിയ നേട്ടങ്ങളുടെ റൗണ്ടാണ്. ഇനി 4 അവസരങ്ങളാണ്, 2 റൗണ്ടാണ്. പിന്നെ നിങ്ങൾ നേടുന്നതിന്റെ മാക്സിമം നേടാൻ പറ്റണം. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും പുതിയ കാർഡ് വേണ്ട, കാർഡ് ഓൾറെഡി കയ്യിലുണ്ട്. ആൻഡ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ചായിരിക്കില്ല, ഫേസ് ടു ഫേസ് ആയിരിക്കും മത്സരിക്കുക. ഓക്കെ, സോ ആരാദ്യം വരാൻ പോകുന്നത്? അവിടെ നിന്ന് കഥകളി ഇങ്ങോട്ടും നോക്കി. ഓക്കെ, ജിതിൻ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ജിതിൻ ചേട്ടന് ഞാനൊരു മൂവി ഡയലോഗ് കൊടുക്കും. ആ ഡയലോഗ് വായിച്ച് കേൾപ്പിക്കും. 1 മിനിറ്റിനുള്ളിൽ ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്ത് പറയണം. സിമ്പിൾ പരിപാടി അല്ലേ? കൊടുക്കട്ടെ? അടിപൊളി അല്ലേ? സിമ്പിൾ ആയി അടിച്ചെടുക്കും. സിമ്പിൾ ആയി കിട്ടുന്നതാണ് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റെഡി വിവേക്? ഓക്കെ, റെഡി സെറ്റ് ഗോ. എന്നിട്ട് പിന്നെയും എന്നെ കൊല്ലാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഏൽപ്പിച്ചവൻ്റെ കൂടെ നീ പറഞ്ഞു കളഞ്ഞല്ലോ എൻ്റെ ഇടതുഭാഗത്ത് ഇരട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. പിന്നെ അടിച്ചു. എനിക്ക് ഒന്ന് വലത്തോട്ട് മാറിക്കടാ അല്ലേ? കറക്റ്റ് എവിടെയാണോ കറക്റ്റ് കൊളുത്താൻ പറ്റുക അവിടെ കറക്റ്റ് വിവേക് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ് സ്ക്രാച്ച് ചെയ്യാൻ അല്ലേ? ഇതുവരെ സ്ക്രാച്ച് ചെയ്തപ്പോൾ കളയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് നേടാനുള്ളതാണ്. സോ സ്ക്രാച്ച്. ഓക്കെ, നമുക്ക് കിട്ടുന്ന നമ്മുടെ അക്കൗണ്ടിലോട്ട് വരാൻ പോകുന്ന ഫസ്റ്റ് മണിയാണ്. അപ്പോൾ അത് മാക്സിമം അടിപൊളിയായിട്ട് കിട്ടുക എന്നുള്ളതാണ്. 2 അവസരങ്ങൾ നമുക്ക് മിസ്സായി. സോ ജിതിൻ വിവേക് ജോയിൻ അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 2250 2280 അടിപൊളി അല്ലേ? കാരണം 2 മിസ്സാക്കിയാൽ നിങ്ങൾ അലക്കി പൊളിച്ചിട്ടുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതേപോലെ മേലെ ഈ കട്ട വിടരുത്. ഇതിന്റെ ഇരട്ടിക്ക് ഡബിൾ നമ്മൾ പിടിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ ആളോട് വന്നപ്പോൾ മാക്സിമം നേടി അല്ലേ? ഇനി അടുത്ത ആൾ വരുമ്പോൾ അതിന്റെ കുറച്ചുകൂടി ഇരട്ടിയാക്കാൻ പറ്റട്ടെ. അപ്പൊ അതിന് മുമ്പായി നേട്ടത്തിന്റെ കാർഡ് എടുത്തോളൂ. പോരെ, ഇനി തലയാട്ടിട്ട് പക്കോളം പറയാനില്ല. ഇനി ഇവിടെ തന്നെ വരണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വായിച്ചു. അപ്പൊ വായിച്ചു തുടങ്ങാൻ പോവാണ്. അലക്കണം. ഓക്കെ, റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അന്നാ ഇതൊരു നിമിത്തമാ, അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിച്ചതേ ഇല്ല.
ബാക്കി വായിച്ചോ. മൊത്തം ഉണ്ടോ? അത് മുഴുവൻ വായിക്കുള്ളതാ. എവിടെ ഉത്തരം കിട്ടുന്നു അതുവരെ വായിക്കണം. പെണ്ണ് കിട്ടാത്തത് കൊണ്ട് എനിക്കോ എനിക്കോ എന്താ വലിയ കാമദേവനാണെന്നാ വിചാരം. ഹരീഷൻ അതിൽ അലക്കണം അല്ലേ? അതിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടാൻ പാടാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ ഫൈറ്റ്, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തില് ഏറ്റവും ഗംഭീര ഫൺ ഡയലോഗുകൾ ഉണ്ട്. അതിലൊന്നായിരുന്നു. എവിടെ സ്റ്റോപ്പ് ചെയ്തെന്താ? മൊത്തം വായിക്കണമെന്ന് ഓർത്തു. പക്ഷെ അവിടെ കിട്ടണവർക്ക് നമ്മൾ വായിപ്പിക്കുക എന്നുള്ളതല്ല കാര്യം. ഓക്കെ, സോ റൈറ്റ് ആൻസർ ആണ്. അപ്പൊ അഗൈൻ നമുക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. 2250 അല്ലെ, 2280 എത്രത്തോളം കൂടാൻ പറ്റും നോക്കാം. സോ 4 അക്കം വിട്ട് അല്ലേ, ഒരു കളിയില്ല. നേടി തുടങ്ങിയപ്പോൾ ബെസ്റ്റ് എമൗണ്ട്സ് നേടുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നേരത്തെ നിന്ന് അല്ലേ ഒരു 1000 കുറവ്, പക്ഷെ 4 അക്കം തന്നെയാണ്. ആദ്യത്തേത് 2250 ആയിരുന്നു, ഇപ്പൊ 1250 ആണ്. ടോട്ടലി 3500 അല്ലെ. 2 അവസരങ്ങൾ ഓൾറെഡി അല്ലേ നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 2 മിസ് ആയെന്നുള്ളത് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. സുഗന്ധരാജ് ഇപ്പൊ ഏകദേശം ഒരു ട്രാക്കിലൊക്കെ ആയി അല്ലേ? ഉണ്ട്. പക്ഷെ ഇനി ട്രാക്കിലായ 2 അവസരങ്ങൾ മാത്രമാണ് ഉള്ളത്. എങ്ങനെ പ്രതീക്ഷ? അടിക്കോ, വാഴോ, വീഴോ? വാഴും. വാഴും. എങ്ങനെയാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ 4 അവസരം കഴിയുമ്പോൾ 3500 ജിതിൻ വിവേക് നിൽക്കുകയാണ്. അങ്ങനെ തേർഡ് റൗണ്ട് ഇനി 2 അവസരങ്ങൾ മാത്രം 3500 ജിതിൻ വിവേക് നിൽക്കുകയാണ്. സോ റെഡി? റെഡി. യാ. സോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഡ്രോയിങ്ങിലൂടെ ആയിരിക്കും നിങ്ങളുടെ ക്ലൂ തരിക. അതിനുള്ള പ്രോപ്പർട്ടി ഓൾറെഡി റെഡിയാണ്. സോ നിങ്ങൾക്കുള്ള ക്ലൂ വേണ്ടേ? വേണം. അപ്പൊ അതിന് മുമ്പായി കാർഡ് വേണ്ടേ? എടുത്തോളൂ. മൊത്തം അങ്ങ് തരാണ് സന്തോഷല്ലേ? ഓക്കെ. സോ കാർഡ് അവിടെ വെച്ചോളൂ. ഇനി ആരാദ്യം വരാൻ പോകുന്നത്? ഓക്കെ. അപ്പൊ ഞാൻ മെല്ലെ മൂവി നെയിം ഇവിടെ കൊടുക്കുന്നുണ്ട്. ജീൻ ചേട്ടാ അത് കണ്ടിട്ടുണ്ട്. ഇനി ഇത് വരച്ച് അവിടെ പറയിപ്പിക്കണം വിവേകിനെ കൊണ്ട്. ഓക്കെ. സോ 2 വെച്ചോളൂ. അക്കങ്ങൾ പാടില്ല, അക്ഷരങ്ങൾ പാടില്ല. ഓക്കെ. ആ ക്ലൂയിലൂടെ എന്നെ ഡെവലപ്പ് ചെയ്ത് പോകണം. ക്ലിയർ? വരയ്ക്കാറായിട്ടില്ല, ധൃതിയൊക്കെയല്ലേ? ഓക്കെ. സോ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ. ഇങ്ങനെ നിന്നോളൂ. ഇങ്ങനെ നിന്ന് വരയ്ക്കാം. ബോഡി ഇവിടെയും കൂടെയും കാണണം. ഓക്കെ. റെഡി അല്ലേ? സോ വരച്ച് തുടങ്ങുമ്പോൾ തന്നെ വരച്ച് തീർക്കാൻ നിൽക്കണ്ട. വരച്ച് തുടങ്ങുമ്പോൾ തന്നെ ക്ലൂ ഗസ് ചെയ്തോണ്ടിരിക്കാം. ഓക്കെ. റെഡി? സോ ജിതിൻ, വിവേക്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സെക്കൻഡ്സ് ഓൾറെഡി കഴിഞ്ഞു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഓക്കെ. ഓക്കെ, കണക്ട് ചെയ്ത് നോക്കിയേ. അതെന്തായിരിക്കും? ഓക്കെ. ഇതെന്താ സംഭവം? ഇത് എന്താ? ഇന്ത്യ. അപ്പൊ അത് ഇന്ത്യ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഓക്കെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഓക്കെ. എന്താണ് പകരം പദങ്ങൾ ഉപയോഗിച്ചേക്കൊക്കെ? അത് രണ്ടും ഓക്കെ. അപ്പൊ എന്തായിരിക്കും? ഇത് രാജ്യം, ഇത് മറ്റൊരു രാജ്യം. അപ്പൊ രണ്ടും കൂടി ആവുമ്പോ 2 രാജ്യം. അത് എന്താണ്? 2 രാജ്യങ്ങൾ എങ്ങനെയൊക്കെ പറയാൻ പറ്റും നമുക്ക്? സോ കൗണ്ട് ഹോൾഡർ പോവാണ്. സോ 5 4 3 2 1 ടൈം സ്റ്റാർട്ട്. ഇങ്ങോട്ട് വന്നു. സുഖല്ലേ? ഇതൊരു രാജ്യം, ഇത് മറ്റൊരു രാജ്യം. അപ്പൊ 2 രാജ്യങ്ങൾ വരുമ്പോ എന്താ പറയാ? 2 രാജ്യം. ആ 2 രാജ്യം വേറെ ഭാഷയിൽ പറയണ എങ്ങനെയാ? എങ്ങനെയൊക്കെ പറയാം? 2 എന്താ? ക്യാമറ ഓഫ് ചെയ്ത് അമ്മ പാവം മീശ വെച്ചെന്നുള്ളൂ. പാവം മനുഷ്യ ആളെ കുട്ടി ഇടിപ്പിക്കരുത്. നിനക്കത് 2 രാജ്യങ്ങൾ വരെ എത്തി എന്നുള്ളത് നിനക്കതൊന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നിയില്ലേ? ആലോചിക്കാൻ ഞാൻ എന്താ നല്ല ഗംഭീരമായിട്ട് വരച്ചു തന്നു. പെർഫെക്ഷൻ വിട്ടു. പക്ഷെ ഇന്ത്യ ശ്രീലങ്ക എന്നുള്ളത് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കണക്ട് ചെയ്യണ്ടേ? സമയം കൂട്ടി തരാം. ഓക്കെ. സോ നല്ല ശ്രമമായിരുന്നു, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നന്നായി വരച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊന്ന് അല്ലേ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് റൗണ്ട് കഴിയുന്നതോടുകൂടി നിങ്ങൾ സ്ക്രാച്ച് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഉത്തരം ശരിയല്ല, സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? കാർഡുമായി മുന്നോട്ട് പോകണോ? അതെ, പുതിയ കാർഡിന് വേണ്ട അല്ലെ. ഉത്തരം ഇനി ശരിയാവട്ടെ. ഉത്തരം ശരിയാക്കാനുള്ള അവസാനത്തെയും അല്ലെ ഇന്നൊരു റൗണ്ടേ ഇല്ല, 6ാമത്തെ അവസരം കൂടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ പോന്നോളൂ.
കിട്ടി, സിമ്പിൾ. ഇതൊക്കെ വരയ്ക്കുന്നത്. അങ്ങനെയാണോ? ഞാൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇത് ഐഡിയ ആലോചിച്ച് കിട്ടും. ഭയങ്കര സിമ്പിൾ ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആലോചിച്ച് കിട്ടും. ആ ആലോചനയിലുണ്ട് ക്ലൂ അല്ലേ? ഓക്കെ, യെസ്. സോ റെഡി, വരച്ചു തുടങ്ങാൻ പറ്റേ? ഇവിടെ റെഡി അല്ല? റെഡി അല്ലേ? റെഡിയാണ്. സോ റെഡി, മാർക്സ്, റെഡി, സെറ്റ്, ഗോ. ഓക്കെ, ബ്രില്യൻ. അത് അടിപൊളിയാണ്, അത് കൊള്ളാം. ഓക്കെ ഓക്കെ, നീ പുലിയാണാ? അതെന്താ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കിളിക്കൂട്. ഓക്കെ ഓക്കെ, ഇനി ആലോചിച്ചോ. നീ പുലിയാണ്, അത് സമ്മതിച്ചത്. അതെന്താ? മേലത്തെ മുട്ട, പക്ഷെ ഈ വട്ടം മുട്ടയല്ല. എന്തായിരിക്കും? താഴെ എന്താ വരച്ചുള്ളത്? ഒരാൾ. ആ ആളിൽ എന്തായിരിക്കും? കാറ്റത്ത് കിളിക്കൂടാണോ? വേറെ എന്തൊക്കെ കൂടുകളുണ്ട്? ഇല്ല, നക്ഷത്ര കൂടില്ല. നക്ഷത്ര തിളക്കാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറായി. വേറെ എന്തൊക്കെ കൂടുകളെന്ന് ആലോചിച്ചോ. സോ 5 4 3 2 1. ഷിമ്മിക്കൂട്. എന്തൊക്കെ കൂടുകളുണ്ട് വേറെ? ഉറങ്ങുമ്പോ എന്താ കൂടുതൽ ചെയ്യാറ്? സ്വപ്നക്കൂട്. സ്വപ്നക്കൂടായിരുന്നു റൈറ്റ് ആൻസർ. അത് കീടലിനായിട്ട് ആ കൂട് വരച്ചത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, ഭയങ്കര രസം ഉണ്ടായിരുന്നു. വിവേക്, അത് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ആലോചിച്ച് മെയിൻലി നമ്മൾ രണ്ട് രീതിയിലേക്ക് ഇത് കൊടുക്കാറുണ്ട് ക്യാരക്ടർ സംഭവം വരുമ്പോൾ. ഒന്നിൽ ഡയലോഗിൽ എന്ന രീതിയിലേക്കും, ഇല്ലെങ്കിൽ ആലോചിക്കാനുള്ള സംഭവം, സ്വപ്നം, ഡ്രീം കാണാന്നുള്ള രീതിക്കും. ഉത്തരമായിട്ടത് അല്ലെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അടിപൊളി. ഇവിടെയുള്ള രണ്ട് ശ്രമങ്ങൾ അടിപൊളിയാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് ഉത്തരങ്ങൾ വരാത്തത് അല്ലേ? പ്ലീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ രണ്ടാമത്തെ റൗണ്ടിലെ 2 അവസരങ്ങൾ നേടിയ 3500 നിൽക്കുകയാണ്. ആദ്യത്തെ 2 അവസരങ്ങളും അവസാനത്തെ 2 അവസരങ്ങളും നമുക്കത് ഭാഗ്യത്തിലോട്ട് അല്ലെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. സോ കാർഡിൽ അറിയണമെന്നുണ്ടോ എത്ര ഉണ്ട് നോക്കിയാലോ? നോക്കാം. വലിയ നിരാശയുടെ ആവശ്യമില്ല അല്ലെ? കാരണം 100 ആയിരുന്നു. സോ അല്ലെ, ഒരു 100 രൂപ നഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ അല്ലെ? പക്ഷെ 100 രൂപ അത്ര ചെറിയ എമൗണ്ട് ഒന്നും അല്ല അല്ലെ? കിട്ടുകയാണെങ്കിൽ ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ സ്വപ്നക്കൂടും പിന്നെ ഇതായിരുന്നു തോടുകൂടും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് 3500 നിങ്ങൾക്ക് 6 അവസരങ്ങൾ ഉണ്ടായിരുന്നു. നടുക്കിൽ 2 അവസരങ്ങളിലൂടെ നിങ്ങൾ നേടിയിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. സോ ക്യാഷ് പ്രൈസ് മാത്രമല്ല, കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ തരട്ടെ സൺസൂര്യ കോമഡിയുടെ. റെഡി? യെസ്. സോ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എടശ്ശേരി ജ്വല്ലറി കാലടി ആലുവ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. റെപ്കോ ഹോം ഫിനാൻസ് ലിമിറ്റഡ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ബേബിക്കൂൺ നൽകുന്ന ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് കൂടിയാണ്. എയർലോക്ക് ചെയ്തതിനു ശേഷം സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുന്ന പാചകത്തെ നമ്മൾ കുറേ കൂടിയും സഹായിക്കുന്ന റെഡി ടു കുക്ക് ന്യൂസ് ടു കറീസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ. ആൻഡ് ഇത് സാധാരണ അച്ചാറല്ല, ഇനി കറികളില്ലെങ്കിലും ഭക്ഷണം ഏറ്റവും സ്വാദിഷ്ടമായിട്ട് കഴിക്കാം, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഞാനു ബാബീസിന്റെ ഒരു സ്പെഷ്യൽ പിക്കിൾ. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇന്ന് മുതൽ KTDCയിൽ അല്ലെ ഇങ്ങനെ ഒരു ജിതിൻ വിവേക് കോമ്പോ ഉണ്ടാവട്ടെ, കുറെ സ്വപ്നങ്ങൾ നേടാൻ പറ്റട്ടെ, സ്വപ്ന കൂടുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കുറേയേറെ സൗഹൃദങ്ങളിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ അടുത്ത വേദിയിൽ അടുത്ത മത്സരാർത്ഥിയുമായി കാണാം. അതുവരേക്കും